ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടു. ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരെ കുറിച്ചും ഞങ്ങൾ എന്താണ് ഈ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കുക. സന്തോഷം. അതോടൊപ്പം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് കാലാകാലമായി ജയിച്ചു പോകുന്നവരും 5 കൊല്ലവും 10 കൊല്ലവും എം എൽ എമാരായിട്ടിരിക്കുന്നവരുടെയും അവരുടെ ഒരു സർവേ റിപ്പോർട്ട് എടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം. എത്ര രൂപ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLAക്ക് ചെലവഴിക്കാൻ സാധിച്ചു, എത്ര രൂപ ഒരു MLA ലാപ്സാക്കി കളഞ്ഞു, ഇത് MP-മാരുടെ കാര്യത്തിലും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരപേക്ഷയുണ്ട്. നമുക്ക് കേരളത്തിലേക്ക് റോഡ് ഉണ്ടാക്കാനുള്ള പണം മാത്രം വാങ്ങിക്കൊണ്ടുവന്നാൽ പോരല്ലോ. ഇവിടുത്തെ കർഷകരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഇവിടുത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2 തവണയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ടുകളെക്കുറിച്ചുള്ള ഒരു കണക്കെൻ്റെ മാധ്യമ പ്രവർത്തകന്മാർ ചോദിച്ച് മനസ്സിലാക്കണം. അത് ജനങ്ങൾക്കറിയാനുള്ള ബാധ്യതയുണ്ട്, ആഗ്രഹമുണ്ട്. വയനാട് ഭൂകമ്പ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ വയനാട് ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി കൊടുത്തയച്ചിട്ടുള്ള ഫണ്ട് ഏത് രീതിയിലാണ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്, അത് ഭാവിയിൽ കൊടുക്കാനുള്ള രീതി എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കും എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ യോഗങ്ങളിലും കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്വയം ആത്മവിമർശനത്തിനും മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അല്ല, കോർ കമ്മിറ്റിയിൽ കേരളത്തിൽ ഇന്ന് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രവർത്തനം അത് ഞങ്ങൾ പരിശോധിക്കണ്ടേ? കാരണം ഞങ്ങളാണല്ലോ അവർക്കെതിരായിട്ട് കേരളത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. പല സമയത്തും 2 കൂട്ടരും ഒന്നായി നിന്നുകൊണ്ട്, 2 ശരീരവും ഒരു മനസ്സുമായിട്ട് നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വയനാടിലെ പോലും പാവപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എത്താൻ പറ്റാത്തത്. അതിനെക്കുറിച്ച് കൂടി എൻ്റെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ വളരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു. ഞങ്ങൾ ആരും MLA ആയിട്ടില്ലല്ലോ, MP-മാരായിട്ടില്ല, മന്ത്രിയായിട്ടില്ല. അപ്പോൾ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആളുകളെ കുറെ കൂടി നിങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും അവരുടെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാനും നിങ്ങൾ തയ്യാറാകണമെന്നുള്ളത് 2 കൈകളും കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നടത്തുന്ന ഒരു അപേക്ഷയാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് നമുക്കൊന്ന് അറിയണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷം ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി എത്ര കോടികൾ കൊടുത്തു, അതിവിടുത്തെ വകുപ്പ് മന്ത്രിമാർ എത്ര അവർ ചിലവഴിച്ചു. BJP നേതൃയോഗത്തിനായി എത്തിയ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തിലെ ഓരോ പൊതുപ്രവർത്തകരും ഇവിടുത്തെ പൊതുസമൂഹത്തോട് എന്തൊക്കെ ചെയ്യുന്നു, പൊതുസമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു കണക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കണമെന്ന് മാധ്യമപ്രവർത്തകരോട് അപേക്ഷിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടുന്ന ഫണ്ടുകളൊക്കെ എവിടെ പോകുന്നു, അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിൽ വ്യക്തമായ കണക്കുകൾ വേണമെന്നും അത് മാധ്യമങ്ങളുടെ ധർമ്മമാണ് പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതെന്നും മാധ്യമങ്ങളോട് അപേക്ഷിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.